സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്നത് പോലെ തന്നെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 56,904 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങിയിരിക്കുന്നത്. വൈദ്യുതിയുടെ ഉപയോഗം സംസ്ഥാനത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി കൂടുതൽ വാങ്ങേണ്ട നിലവിലുള്ള ഒരു അവസ്ഥ കൂടി ഇനി വലിയ തിരിച്ചടിയാകുമോ എന്നുള്ള സംശയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിനോടൊപ്പം തന്നെ വൈദ്യുതി ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ വൈദ്യുതി ഉൽപ്പാദനം സൗരോർജ്ജത്തിൽ നിന്നുണ്ടാക്കുന്നതും കേന്ദ്ര വിഹിതവുമൊക്കെയാണ് സംസ്ഥാനത്തിൻ്റെ മൊത്ത വൈദ്യുതി കണക്കുകൾ പറയുന്നത്. എന്നാൽ അതിൽ കൂടുതലായും തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ 12,000 മുതൽ 11,000 കോടി രൂപകളാണ് ആ ഒരു കണക്കിലാണ് വൈദ്യുതി പുറത്തു നിന്നും വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തവണയും വൈദ്യുതി കൂടുതൽ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതായത് വൈദ്യുതി കരാർ ഏർപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ എൽനിനോ പ്രതിഭാസം ശക്തമായതും വേനൽ കടുത്തതും അതോടൊപ്പം തന്നെ മഴക്കാലം അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നതും വലിയ തിരിച്ചടിയാണ്. ജലസംഭരണികളിൽ വേണ്ടത്ര വെള്ളമില്ല. വൈദ്യുതി ഉൽപ്പാദനം ആഭ്യന്തര കണക്കിൽ തന്നെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് ബിൽ തുകയിലേക്ക് ഇനി മാറി വരുമോ എന്നുള്ളൊരു ഭയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. വൈദ്യുതി ബോർഡിന് കനത്ത നഷ്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. അവസാന ഘട്ടത്തിൽ തന്നെ കരാർ പ്രകാരം ഈ കഴിഞ്ഞ 2 വർഷത്തിൽ വൈദ്യുതിയുടെ ഉപയോഗം വലിയ രീതിയിൽ കുറഞ്ഞു വരാനുള്ള ഒരു കണക്കുകളായിരുന്നു. എന്നാൽ പിന്നീട് അത് വലിയ തിരിച്ചടിയായി മാറി. വൈദ്യുതി ഉപയോഗം കൂടുന്നതും വൈദ്യുതിയുടെ ഉൽപ്പാദനം കുറയുന്നതുമൊക്കെ തിരിച്ചടിയായി. മഴ ലഭിക്കാത്തതും ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. കഴിഞ്ഞ തവണ മഴക്കാലത്ത് അത്യാവശ്യം മഴ ലഭിച്ചതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ട്. എന്നാൽ ഇത്തവണ കൂടുതൽ ഉപയോഗത്തിലേക്ക് പോയിട്ടുണ്ട്. അതുമാത്രമല്ല വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്നടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപനമില്ലാതെ ഉണ്ടെങ്കിലും അതിൽ നടപടികൾ നടക്കാതെ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇനി കറണ്ട് ബില്ല് വരുമ്പോൾ കൂടുതൽ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങളെ കൂടെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. ഏതായാലും നിലവിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് ഇനിയും വർദ്ധിക്കുമെന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.